Once again, welcome back to KC's Classes. KC's Classesന്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. This is Kiran CS. ശ്രീനാരായണ ഓപ്പൺ യൂണിവേഴ്സിറ്റി M.Com സെക്കൻഡ് സെമസ്റ്റർ എക്സാംസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. നെക്സ്റ്റ് നടക്കാൻ പോകുന്നത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയുള്ള തിയറി സബ്ജക്റ്റ് ആണ് ബിസിനസ് പോളിസി ആൻഡ് സ്ട്രാറ്റജിക് മാനേജ്മെന്റ്. ഈ ഒരു സബ്ജക്റ്റിന്റെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റൻസിന്റെ വീഡിയോ നമ്മൾ ഓൾറെഡി അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞിട്ടുള്ളതാണ്. കാണാത്തവരുണ്ടെങ്കിൽ കാണാം. സ്മാർട്ട് സ്റ്റഡിക്ക് വളരെ ഹെൽപ്ഫുൾ ആയിരിക്കും. നെക്സ്റ്റ് ഉറപ്പായും പ്രതീക്ഷിക്കുന്ന ഓരോ പാർട്ടുള്ള ചോദ്യങ്ങളുടെ ഡിസ്കഷനാണ് ഇന്നു മുതൽ ആരംഭിക്കുന്നത്. ഇന്നത്തെ വീഡിയോയിൽ ഉറപ്പായും പ്രതീക്ഷിക്കുന്ന പാർട്ട് സിയിലുള്ള SC ചോദ്യങ്ങളാണ് നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. വീഡിയോയിലോട്ട് പോണേക്കാൾ മുമ്പ് പറയാനുള്ളത്, നമ്മുടെ സ്ഥാപനം ശ്രീനാരായണ ഓപ്പൺ യൂണിവേഴ്സിറ്റി M.Com എല്ലാ സെമസ്റ്ററിലെയും ക്ലാസ്സസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നമ്മുടെ ആപ്പിലൂടെയാണ് ക്ലാസ്സസ് അവൈലബിൾ ആവുക. റെക്കോർഡ് ക്ലാസ്സസ് ഉള്ളതുകൊണ്ട് തന്നെ എപ്പോൾ വേണമെങ്കിലും പഠിച്ച് ഡൗട്ട് ഉള്ളത് ചോദിക്കാനുള്ള അവസരമുണ്ടെന്നുള്ളതാണ്. അസൈൻമെന്റ് സപ്പോർട്ട് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. സോ നമ്മുടെ ക്ലാസ്സിൽ ജോയിൻ ചെയ്ത് പഠിച്ച് നല്ല മാർക്ക് മേടിക്കാൻ താല്പര്യമുള്ള കുട്ടികൾക്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുള്ള എൻ്റെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം, ക്ലാസ്സസ് ആക്സസ് ചെയ്യാം. ഓക്കെ, സോ നമുക്ക് എന്തെങ്കിലും വീഡിയോയിലോട്ട് കിടക്കാം. സോ നമ്മൾ പ്രതീക്ഷിക്കുന്ന ആദ്യത്തെ SC ചോദ്യം ഇതാണ്. എന്നാ പിടിച്ചോ, സ്ട്രാറ്റജിക് ഇംപ്ലിമെന്റേഷൻ. സ്ട്രാറ്റജിക് ഇംപ്ലിമെന്റേഷൻ എന്താണ്, അതിൻ്റെ പ്രോബ്ലംസ് അല്ല പ്രോസസ്സ് നമ്മൾ മെയിനായിട്ട് എക്സ്പെക്ട് ചെയ്യണത് അതാണ്. അതിൻ്റെ കൂടെ പ്രോബ്ലംസ് നോക്കിക്കോളൂ, കാരണം ചിലപ്പോൾ അത് 5 മാർക്കിലേക്ക് സെപ്പറേറ്റും ചോദിക്കാം. അതിൻ്റെ പ്രോബ്ലംസ് ഇഷ്യൂസ് അതും നോക്കി വെച്ചോളൂ കേട്ടോ. ഇപ്പോൾ സ്ട്രാറ്റജിക് ഇംപ്ലിമെൻറ്റേഷൻ എന്താണ്, അതിൻ്റെ പ്രോസസ്സാണ് ആദ്യത്തെ പ്രതീക്ഷിക്കുന്നത്. നെക്സ്റ്റ് എക്സ്പെക്ട് ചെയ്യുന്നൊരു ചോദ്യമാണ് എക്സ്പ്ലെയിൻ ടൈപ്സ് ഓഫ് ബിസിനസ് സ്ട്രാറ്റജീസ് നിർബന്ധമായി നോക്കണം. അതുപോലെ തന്നെ മറ്റൊരു SC ടോപ്പിക്കാണ് സ്ട്രാറ്റജി ഫോർമുലേഷനെ പറ്റിയിട്ട്. ചിലപ്പോൾ 5 മാർക്കിലേക്ക് എടുത്തിടാറ് കേട്ടോ. സ്ട്രാറ്റജി ഫോർമുലേഷൻ എന്താണ്, സ്ട്രാറ്റജി ഫോർമുലേഷൻ എന്താണ്, അതിൻ്റെ പ്രിൻസിപ്പിൾസ് അതുപോലെ തന്നെ മോഡ്സ് അതൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് പ്രിൻസിപ്പിൾസ് അതുപോലെ തന്നെ മോഡ്സ് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു ചോദ്യം നിർബന്ധമായി നോക്കാം. മറ്റൊരു ക്വസ്റ്റ്യൻ നമ്മൾ പ്രതീക്ഷിക്കുന്നത് സ്ട്രാറ്റജിക് പ്ലാനിങ്ങിനെ റിലേറ്റ് ചെയ്തിട്ടുള്ളതാണ്. സ്ട്രാറ്റജിക് പ്ലാനിങ് എന്താണ്, മോഡൽസ് നോക്കി വയ്ക്കുക. പിന്നെ ഇമ്പോർട്ടൻസും ഉണ്ട്, സ്റ്റെപ്സ്, ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയണത് ചിലപ്പോൾ അത് 5 മാർക്കിൻ്റെയിലേക്ക് വേണമെങ്കിൽ നോക്കാം. അപ്പോൾ അതും നോക്കാം കേട്ടോ. ഞാൻ അതും കൂടി വെക്കുന്നുണ്ട് ഇതിൻ്റെ കൂടെ. എക്സ്പ്ലെയിൻ ക്യാരക്ടറിസ്റ്റിക്സ് അതുപോലെ തന്നെ ഇമ്പോർട്ടൻസ്, സ്റ്റെപ്സ്, ഇമ്പോർട്ടൻസ് അതുപോലെ തന്നെ സ്റ്റെപ്സ്. ഓക്കെ, മോഡൽസാണ് മെയിനായിട്ട് പ്രതീക്ഷിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. അതിൻ്റെ കൂടെ അതിൻ്റെ ഇമ്പോർട്ടൻസും സ്റ്റെപ്സും കൂടിയും നോക്കി വയ്ക്കുക. സോ ദാറ്റ്സ് അബൌട്ട് മറ്റൊരു പ്രതീക്ഷിക്കുന്ന ചോദ്യം. ഇനി എക്സ്പെക്ട് ചെയ്യുന്ന ഒരു സജഷൻ കൂടിയിലേക്ക് പോവാണ്. ടൈപ്സ് ഓഫ് ബിസിനസ് പോളിസീസ്. Explain types of business policies. നിർബന്ധമായും പഠിക്കുക. പോളിസീസ് അതുപോലെ തന്നെ എൻ്റെ എസെൻഷ്യൽസ് ചിലപ്പോൾ 5 മാർക്കിലേക്ക് വരാം. എൻ്റെ എസെൻഷ്യൽസ് 5 മാർക്കിലേക്ക് ചിലപ്പോൾ ഇടാം കേട്ടോ. എസെൻഷ്യൽസ്. സോ ഇതാണ് നമ്മൾ മെയിനായിട്ട് പ്രതീക്ഷിക്കുന്ന കുറച്ച് ചോദ്യങ്ങൾ. ഒരു സജഷൻ കൂടി ഇതിൻ്റെ കൂടെ വെക്കുന്നുണ്ട്. 4 ചോദ്യങ്ങളാണ് SCക്ക് വരെ, 2 എഴുതിയാൽ മതി. അതിൽ ഓർഗനൈസേഷണൽ റിസോഴ്സസ് എന്താണ്, അതിൻ്റെ നേച്ചർ, ടൈപ്സ് ഇത് ചിലപ്പോൾ 5 മാർക്കോ അല്ലെങ്കിൽ SCക്കോ 2 രീതിയിലും പ്രതീക്ഷിക്കാം. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ SCക്ക് പ്രതീക്ഷിക്കുന്ന ചോദ്യങ്ങൾ. 4 ചോദ്യങ്ങളാണ് SCക്ക് വരാം, 2 ആൻസർ ചെയ്താൽ മതി. സോ നമ്മൾ ആദ്യം പ്രതീക്ഷിക്കുന്നത് സ്ട്രാറ്റജിക് ഇംപ്ലിമെൻറ്റേഷനെ റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. എന്താണ് സ്ട്രാറ്റജിക് ഇംപ്ലിമെൻറ്റേഷൻ, അതിൻ്റെ പ്രോസസ്സ്, അതിൻ്റെ പ്രോബ്ലംസ്, ഇഷ്യൂസ്, മെയിനായിട്ട് അതിൻ്റെ പ്രോസസ്സാണ്. ദെൻ ടൈപ്സ് ഓഫ് ബിസിനസ് സ്ട്രാറ്റജീസ് മറ്റൊരു ചോദ്യം. ദെൻ സ്ട്രാറ്റജി ഫോർമുലേഷൻ, അതിൻ്റെ മോഡ്സ്, അതിൻ്റെ പ്രിൻസിപ്പിൾസ് നോക്കി വയ്ക്കുക, ബേസിക് പ്രിൻസിപ്പിൾസ്. ദെൻ സ്ട്രാറ്റജിക് പ്ലാനിങ്ങിൻ്റെ മോഡൽസ്, ക്യാരക്ടറിസ്റ്റിക്സ്, ഇമ്പോർട്ടൻസ്, സ്റ്റെപ്സ്.
ദെൻ ടൈപ്സ് ഓഫ് ബിസിനസ് പോളിസീസ്, അതിൻ്റെ എസെൻഷ്യൽസ് നോക്കാം. ഓർഗനൈസേഷണൽ റിസോഴ്സസിൻ്റെ നേച്ചർ, ടൈപ്സ്. അപ്പോൾ ഇതിൽ നിന്ന് എന്തായാലും നിങ്ങൾക്ക് SI ചോദ്യങ്ങൾ ലഭിക്കും. സോ നെക്സ്റ്റ് ഉറപ്പായും പ്രതീക്ഷിക്കുന്ന പാർട്ട് ബിയിലുള്ള 5 മാർക്സിൻ്റെ ചോദ്യങ്ങളും പാർട്ട് എയിലുള്ള 2 മാർക്സിൻ്റെ ചോദ്യങ്ങളുടെ ഡിസ്കഷനുമായിട്ട് എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങളുടെ മുമ്പിൽ എത്താമെന്നുള്ള പ്രതീക്ഷയോടെ നിർത്തുന്നു. ദിസ് ഇസ് കിരൺ CS സൈനിങ് ഓഫ്. ഹാവ് എ നൈസ് ഡേ. താങ്ക് യു.